ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. നമ്മൾ കോഴിപ്പേന് നന്നായിട്ട് നമ്മുടെ കൂടും പരിസരമൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് നമ്മൾ കോഴിനെ തീറ്റ കൊടുക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ കോഴിനെ അടയ്ക്കാൻ വരുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഇന്നലെ പുറത്ത് പോയപ്പോൾ വാങ്ങിയതായിരുന്നു കേട്ടോ. നമ്മളെ കോഴിപ്പേൻ്റെ ശല്യം ഉള്ളത് കൊണ്ട് തന്നെ ഫ്ലൈറ്റിക്ക്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചാണ്. നല്ലൊരു മരുന്ന് തന്നെയാണ് കേട്ടോ. കോഴിപ്പേനൊക്കെ പോകാനും അതേപോലെ നല്ലൊരു തന്നെയാണ്. പിന്നെ പൊടി രൂപത്തിലുണ്ടായിരുന്നു. പിന്നെ പൊടി ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊടിയൊന്നും വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ. പിന്നെ പോയ സ്ഥിതിക്ക് ഞാൻ നമ്മുടെ കോഴികൾക്ക് വിര ഇളക്കിയിട്ട് കുറച്ചായി. അപ്പോൾ ഞാൻ അൽബാമറും ഒരു വിമറാളും വാങ്ങിട്ടോ. 30 ml വിമറാൾ കേട്ടോ. അപ്പോൾ വിമറാളിന് അറിയാലോ നല്ല റേറ്റും കാര്യങ്ങളാട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു ഫില്ലറും കൂടി വാങ്ങിട്ടോ. ഇത് എൻ്റെ അടുത്തുള്ളത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് കോഴിപ്പേൻ്റെ ശല്യം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് കോഴിപ്പേനുള്ള പരിഹാരം കണ്ടിട്ട് നാളെ ഞാൻ വിരമരുന്ന് കൊടുക്കുന്നുള്ളെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ വിരമരുന്ന് കൊടുക്കുമ്പോൾ എന്തായാലും അറിയാമല്ലോ, ഒന്നില്ലേ രാവിലെ കൊടുക്കണം, ഒന്നില്ലേ വൈകുന്നേരം കൊടുക്കണം. അപ്പോൾ ഇന്നെന്തായാലും കൊടുക്കുന്നില്ല, നാളെ രാവിലെ കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അതുമല്ല കൂട്ടുന്ന പുറത്തേക്ക് അയച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവരെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നാളെ രാവിലെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഈ ഒരു മരുന്ന് വെച്ചിട്ടാട്ടോ ഞാനിന്ന് നമ്മളെ കോഴിപ്പേനി തുരത്താൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാനൊരു 5 ലിറ്റർ വെള്ളമാട്ടോ എടുക്കുന്നത്. പിന്നെ നമ്മുടെ കോഴി മുങ്ങി നിൽക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ വലിയ കോഴിക്കും കൂടി കണക്കാക്കിയിട്ടാട്ടോ ഞാൻ ഈ ഒരു മരുന്ന് ഞാൻ മിക്സ് ആക്കുന്നതിന്. അപ്പോൾ 5 ലിറ്റർ വെള്ളമാട്ടോ എടുക്കുന്നത്. പിന്നെ 5 ലിറ്റർ വെള്ളത്തിലേക്ക് ഞാൻ ആ ഒരു മരുന്ന് ഒഴിക്കുന്ന പറഞ്ഞാൽ 2.5 മില്ലി ആട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ 2.5 മില്ലി ആട്ടോ ഞാൻ എടുക്കലും ഒരുപാട് എടുക്കലും ഇല്ലെന്ന് വെച്ചാൽ നമുക്ക് കോഴികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഭയങ്കര സ്ട്രോങ് ഉള്ളൊരു മരുന്നും കൂടി ആട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റ് ഒരു 2.5 മില്ലി തന്നെ ആട്ടോ എടുക്കുന്നത്. പിന്നെ ഈ ഒരു ചൂടത്ത് നമ്മൾ കോഴിനെ അട വെക്കുമ്പോഴാണെങ്കിലും എന്തായാലും നമ്മളിനി എങ്ങനെ ശ്രദ്ധിച്ചാലും കോഴിപ്പേൻ്റെ ശല്യം എന്തായാലും ഉണ്ടാവും കേട്ടോ. അത് ചെറിയ തോതിലെങ്കിലും എന്തായാലും നമുക്കത് അനുഭവപ്പെടും. അപ്പോൾ എന്തായാലും ഈ ഒരു ചൂട് നന്നായിട്ടുള്ള ചൂടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിനൊക്കെ അടവെക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം കോഴിനെ പെട്ടെന്നുള്ളൊരു അടവെക്കലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പൊറോന്ന് പറഞ്ഞിട്ടൊരു മരുന്നാട്ടോ ഞാൻ നമ്മുടെ കോഴികൾക്ക് അടവെക്കുന്ന സമയത്ത് ചിറകിൻ്റെ അടിയിലൊക്കെ ഒരു തുള്ളി ഇട്ടിച്ച് കൊടുക്കുകയും ഒരു വട വെക്കുന്ന പാത്രത്തിന് സൈഡൊക്കെ ഉറ്റിച്ച് കൊടുക്കുകയും. ഈ പ്രാവശ്യം അതൊന്നും ഞാൻ ചെയ്തില്ല. പെട്ടെന്ന് ഒരു ഇടപെടേ എന്നുള്ളൊരു അടവെക്കലായി പോയി കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കോഴികളൊക്കെ ഒന്ന് മുക്കിയെടുക്കണം. പിന്നെ കുട്ടികളുള്ളത് കൊണ്ടാട്ടോ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ വിചാരിച്ചതെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കലും അതേപോലെ കോഴിനെ പിടിക്കലും മുക്കലും എല്ലാം കൂടി നടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുള്ളത് കൊണ്ടാട്ടോ ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നമ്മളടുത്ത് കുറച്ച് കോഴികളുള്ളത് കൊണ്ട് എല്ലാത്തിനെയും എന്താ പറയുക കൂട്ടുന്ന പോലും പുറത്തിറങ്ങാണ്ട് വേണം പിടിച്ചതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ കോഴികളാട്ടോ ആദ്യം എടുക്കുന്നത്. ഇവരൊരു 3.5 മാസം 4 മാസമൊക്കെ ആവാനായുള്ള കോഴിക്കുഞ്ഞുങ്ങളാട്ടോ. അതിൽ എല്ലാം ഒരു തവണയല്ല, പല പ്രായക്കാരാട്ടോ നമ്മളെ ഈ ഒരു കൂട്ടിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ കോഴികൾ ആദ്യം മുക്കിയിട്ട് വലിയ കോഴികളെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കുമ്പോൾ കുറേ ലെങ്ത് ആകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതാക്കുന്നത് തല മുക്കാതെ അതിൻ്റെ തലയൊന്ന് പൊന്തിച്ച് വെച്ചിട്ട് അതിൻ്റെ ശരീരം ഒന്ന് മുക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നല്ല വെയിൽ വന്നതിന് ശേഷമായിട്ടോ നമ്മളെ കോഴിനൊക്കെ പിടിച്ച് മുക്കിയത് അതേപോലെ വെയിലത്ത് ഇടുന്നത്. അപ്പോൾ ഒരു വെയിലുള്ള സമയത്ത് നോക്കിയിട്ട് കേട്ടോ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുമല്ല നമ്മളെ ഈ 2 കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ലതുപോലെ മുറിയുണ്ട് കേട്ടോ തലിൻ്റെ അവിടെ. പിന്നെ ഇത് ഞാൻ ഒരു ദിവസം വീട്ടിൽ പുറത്തേക്ക് പോയ സമയത്താട്ടോ കോഴിനെ എന്തോന്ന് പിടിച്ചത്. പിന്നെ തലിൻ്റെ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് മുറിയുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ബ്രഹ്മക്കുഞ്ഞുങ്ങളൊക്കെ ഞാൻ വൈകുന്നേര സമയങ്ങളിലാട്ടോ കൂട്ടുന്ന പുറത്തിറക്കാറ് തന്നെ. അതന്നെ അവരെ മേലെ എപ്പോഴും ഒരു കണ്ണ് വേണം കേട്ടോ. സത്യം പറയാം, ഞാൻ ഇത് വീഡിയോ സെപ്പറേറ്റ് വോയിസ് കൊടുക്കുന്നത് വെച്ചാൽ വീഡിയോ ഓണായിരുന്നു, പക്ഷേ വോയിസ് കേട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് രണ്ടാമത് ഒരു പണി തന്നതെന്ന് വെച്ചാൽ രണ്ടാമത് നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ ഒരു പണിയാട്ടോ എഡിറ്റ് ചെയ്യുമ്പം. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ വോയിസ് മൈക്ക് എന്തോ ഓണല്ലായിരുന്നു. പിന്നെ നമ്മൾ അട വെച്ച കോഴികളൊക്കെ ഇതാക്കുന്ന അവിടെ തന്നെ ഉണ്ട്.
അപ്പോൾ നമ്മൾ കോയിനെ മാത്രം മുക്കി ഇട്ടിട്ട് കാര്യമല്ല, നമുക്ക് കൂടിൻ്റെ പരിസരമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേപോലെ ഇതാക്കുന്ന ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ട് നല്ലതാട്ടോ. നമുക്ക് ഒന്നും കൂടി മരുന്ന് കോയിനൊക്കെ തുറന്ന് വിട്ടതിന് ശേഷം നമുക്ക് എന്താ പറയുക മരുന്ന് ഒന്നും കൂടി സ്ട്രോങ് കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് കൂട്ടിലും അതേപോലെ കൂടിൻ്റെ പരിസരത്തൊക്കെ വെള്ളമൊക്കെ ഒന്ന് തെളിച്ച് വിടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ ഈ ഒരു ചൂടായതുകൊണ്ട് കോഴിപ്പേൻ എന്തായാലും ഉണ്ടാവും കേട്ടോ. ഒരുപാടൊന്നുമില്ല, എന്നാലും അവിടെ ഇവിടെയൊക്കെ ഒരു കോഴിപ്പേൻ ഉണ്ടെന്ന് വെച്ചാൽ കോയിന് അടവെച്ച്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. ഇന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു, പെട്ടെന്നൊരു വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറന്നു വരുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.